ആ ബലാത്സംഗ കേസ് എവിടെ എത്തും പറയാറായില്ല. കഴിഞ്ഞ ഒരാഴ്ച സംഭവ ബഹുലമായിരുന്നു എന്ന് പറയാം. ഇലക്ഷൻ വന്നു, അതിൻ്റെ റിസൾട്ട് വന്നു, അതോടൊപ്പം തന്നെ നടിയെ ആക്രമിച്ച കേസിലെ വിധിയും വന്നു. വിധിയിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് നല്ല കടുത്ത ശിക്ഷ, എൻ്റെ അഭിപ്രായത്തിൽ നല്ല ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൊതുസമൂഹം യാതൊരു നിലയ്ക്ക് അതിൽ തൃപ്തിയായിട്ടില്ല. അതിൽ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ വെറുതെ വിട്ടതിൻ്റെ ക്ഷീണം ആളുകൾക്ക്, അവരുടെ രോഷം എപ്പോഴും മാറിയിട്ടില്ല. ആളുകളുടെയൊക്കെ ഒരു സങ്കല്പത്തിൽ, വിശ്വാസം അനുസരിച്ച് ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് പൾസർ സുനിയുടെ അടക്കം നേതൃത്വത്തിൽ നടിയെ ആക്രമിച്ചത്. നടിയുടെ കാര്യം പറയുമ്പോൾ ഈ എന്താ പറയുക, അതിജീവിത എന്നൊക്കെ പത്രത്തിലും അതുപോലെ ചാനലിലൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോഴും പറയുന്നുണ്ട്. നടിയുടെ പേര് പറയുന്നില്ല. അത് അതിജീവിതമാർക്കുള്ള ഒരു സംരക്ഷണം നിയമപരമായിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയക്കാർ ഇന്ന് നോക്കുമ്പോൾ മിക്കവാറും വലിയൊരു വിഭാഗം ആളുകൾ നടിയുടെ ഫോട്ടോ അടക്കം പേരടക്കം കൊടുത്തിട്ടാണ് ഇന്ന് ഫോട്ടോകൾ എടുത്തിട്ടുള്ളത്, പേരിട്ടിട്ടുള്ളത്, പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഒരു എന്താ വെച്ചാൽ ഇതിനി മലയാളികൾ അറിയാത്ത ആരും ഇല്ലയെന്ന് അറിയാം. മാത്രമല്ല, ഈ അതിജീവിതയ്ക്ക് പോലും അങ്ങനെ സ്വകാര്യമായിട്ടൊരു ലൈഫ് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുമില്ല. എന്താ വെച്ചാൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കണം എന്ന് പറഞ്ഞ ആളാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചത് അതൊരു വിഷയമല്ല. അപ്പോൾ ഈ കേസ് ശരിക്കും എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പം അതിനും പുറമെ ഒരുപാട് വിവാദങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഈ വിധിക്ക് ശേഷം വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം എന്താ വെച്ചാൽ, ഈ വിധിയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ ഒരാഴ്ച മുമ്പ് തന്നെ അത്യാവശ്യം ആളുകളുടെ കൈകളിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയണത്. അത് ഇപ്പം ഇന്നലെ ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു അഭിമുഖം കണ്ടു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനും കിട്ടിയിരുന്നു. അപ്പോൾ പലരും ഇങ്ങനെ സാധ്യത വെച്ചിട്ട് എഴുതിയതാവും എന്നൊക്കെ കരുതിയത്. പക്ഷെ വിധി വന്നപ്പോൾ ആൾ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. സെയിമായിട്ടുള്ള കാര്യങ്ങളാണ് അത്ര അതിലെഴുതിയത്. അപ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു, പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചിരുന്ന ബിജു പൗലോസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇതിനകം പരാതി തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇത് അന്വേഷണം വേണം, ഇങ്ങനെയാണ് ഒരു കോടതിയിൽ വിധി വരുന്നതിന് മുമ്പ് ആ വിധി മറ്റുള്ളവരുടെ കൈകളിൽ എത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. അപ്പോൾ ഇതിൽ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള കലാകാരികൾ, അതുപോലെ നമ്മുടെ ഒരുപാട് സ്ത്രീകളുടെ കൂട്ടായ്മകളൊക്കെ രംഗത്ത് വന്നു കഴിഞ്ഞു. അവർ പലരും പല സ്ഥലത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് പത്രത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ഉല്ലാസയാത്ര പോയിരുന്ന KSRTC ബസ്സിൽ കണ്ടക്ടർ ഈ ദിലീപിൻ്റെ സിനിമ വെച്ചപ്പോൾ യാത്രക്കാരികൾ പ്രതിഷേധിച്ചു, സിനിമ നിർത്തേണ്ടി വന്നത്രേ. എന്ന് പറഞ്ഞാൽ ഇത് പൊതുസമൂഹം എത്ര പെട്ടെന്നൊന്നും ഇതിനോട്, ഈ വിധിയോട് യോജിക്കുമെന്ന് കരുതാൻ വയ്യ. അവർ പ്രതീക്ഷിക്കുന്ന വിധി ലഭിക്കണമെന്നല്ല, പക്ഷെ നീതി നടപ്പായില്ല എന്നൊരു തോന്നൽ നല്ലവണ്ണം ഉണ്ട്. എന്താ വെച്ചാൽ, ഒരു പരിചയമില്ലാത്ത ഒരു പൾസർ സുനിയും കുറേ കൂട്ടുകാരും കൂടിയിട്ട് ഒരാൾ ഒറ്റയ്ക്കൊക്കെ ഒരു ബലാത്സംഗം നല്ല സന്ദർഭം കിട്ടിയിട്ട് നടത്തി എന്നൊക്കെ പറഞ്ഞാൽ ക്രൂര മനസ്സിൽ അങ്ങനെ വന്നേക്കാം. കുറേ പേരുടെ സഹായത്തോട് കൂടിയിട്ട് ഒരാൾ ബലാത്സംഗം ചെയ്യാന്ന് പറഞ്ഞാൽ അത് സാധാരണ നിലയിൽ സംഭവിക്കാത്തൊരു കാര്യമാണ്. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ സഹായം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ അതിനകത്ത് എന്തോ ഒരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാം ഇതൊരു കൊട്ടേഷൻ പരിപാടി തന്നെയാണെന്ന്. അത് അങ്ങനെ പക്ഷേ ഇതാവാം, കൃത്യമായിട്ടുള്ള രീതിയിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഇനിയും കോടതികളുണ്ട്, മേൽക്കോടതികളുണ്ട്. അവിടേക്ക് വരുമ്പോൾ ഇതൊക്കെ ഇഴകീറി പരിശോധിച്ചിട്ട് അങ്ങനെയൊക്കെ ശിക്ഷിച്ചിട്ടുള്ള, വീണ്ടും ഇതുപോലെ പ്രതികളെ വെറുതെ വിട്ട കേസുകളെ പോലെ തന്നെ പ്രതികളെ ശിക്ഷിച്ചിട്ടുള്ള കേസുകളുണ്ട്. സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും ഇനിയും ജയിലിൽ കയറില്ല എന്ന് പറയാൻ വയ്യ. പക്ഷെ ആര് കയറിയാലും കയറിയില്ലെങ്കിലും മലയാളി ഒരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞിട്ട് അത് ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ബഹിഷ്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരൊക്കെ ഈ കുടുംബ സദസ്സുകളിൽ, TV-കളിൽ ദിലീപിൻ്റെ സിനിമകൾ ഇപ്പോഴും ഉപേക്ഷിക്കുന്ന ഒരു രീതി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരു സ്ത്രീയോട് കാണിച്ച ഒരു ക്രൂരത, അതൊന്നും സാധാരണ നിലയിൽ മലയാളി സമൂഹം ഒരിക്കലും പൊറുക്കില്ല. നമ്മുടെ സംസ്കാരവും ഒക്കെ അതിന് തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിൽ നമ്മുടെ പരിഷ്കരണവാദങ്ങളൊക്കെ നമ്മൾ ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ചുമ്മാ ഇതൊക്കെ സ്ത്രീയെ എന്ന് പറയുന്നത് എന്തിനും ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തു മാത്രമല്ല എന്നൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സമൂഹമായിട്ട് മലയാളി സമൂഹം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അനുരണനങ്ങൾ ഭാവിയിലും ഇനിയുള്ള ദിവസങ്ങളിൽ കാണാമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല.